ഇനി നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻസൈഡ് എ ടോറോയിഡ്. ടോറോയിഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ല, സിമ്പിൾ സാധനം. ടോറോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സോളിനോയിഡിനെ പഠിച്ചില്ലേ? നമ്മുടെ സോളിനോയിഡ് ഓർമ്മയുണ്ടോ? ഇതാണ് സോളിനോയിഡ് അല്ലേ? ഈ സോളിനോയിഡിനെ എടുത്തിട്ട് നമുക്ക് അങ്ങ് വളയ്ക്കാം. നമുക്ക് വളയ്ക്കാനൊക്കെ അറിയില്ലേ? അപ്പോൾ ഇതിനെ വളച്ചു 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 കണ്ടോ? വളച്ചു കണ്ടോ? വളച്ചു കണ്ടോ? കണ്ടോ? ഇപ്പം ഇതിന് ഈ ഷേപ്പായില്ലേ? ഓക്കെ, ഇപ്പം ഇതിനെ വളച്ച് നമ്മൾ ഇങ്ങനത്തെ ഷേപ്പാക്കി കണ്ടോ? ഇപ്പോൾ വളച്ച് പണ്ടാരടക്കി കണ്ടോ? ഈ സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ടോറോയിഡ്. അപ്പോൾ ഒരു വലിയ സോളിനോയിഡിനെ വളച്ചെടുത്ത് ഒരു സർക്കുലാർ ഷേപ്പിലാക്കി എടുത്തു. ഇപ്പം ഇതിനെ എന്തെന്ന് വിളിക്കും? ടോറോയിഡ് എന്ന് വിളിക്കും. ഇനി ടോറോയിഡിന്റെ ഡെഫിനിഷൻ പ്രകാരം അതിന് എൻഡില്ല. എന്തില്ല? എൻഡില്ല. ദാ ഇവിടെ 2 എൻഡ് തൂങ്ങിക്കിടക്കുന്നു, വെട്ടിക്കളയുക. അപ്പൊ എൻഡ് മാറ്റിക്കളയുക. കണ്ടോ? മാച്ചു. കണ്ടോ? ഇപ്പൊ ഈ കാണുന്ന സാധനമാണ് ടോറോയിഡ്. അപ്പോൾ ടോറോയിഡിനെ വരയ്ക്കാം. ഇതാണ് ടോറോയിഡ്. കണ്ടോ? ഇതാ വരയ്ക്കുന്ന സാധനത്തിനെ കണ്ടോ? ഇതാരാണ്? ഇതാണ് നമ്മുടെ ടോറോയിഡ്. കണ്ടല്ലോ നിങ്ങൾ ടോറോയിഡ്? എൻഡ് വല്ലതും കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് ടോറോയിഡ്. ഓക്കെ, ഓരോരുത്തന്മാരെ മുടി കണ്ടിട്ടില്ലേ? നോക്ക്, പോലീസൊക്കെ പിടിച്ച് വഴിയിലിരുത്തിയൊക്കെ വരട്ടുന്ന കണ്ടിട്ടില്ലേ? ഓരോന്നിന്റെ മുടിയൊക്കെ ഇതുപോലെ ടോറോയിഡ് മുടികളാണ്. കണ്ടിട്ടില്ലേ? അടിപൊളിയാണ്. അപ്പോൾ ടോറോയിഡ് അടിപൊളി. അപ്പോൾ ഈ സാധനത്തിനെ വിളിക്കുന്ന പേര് ടോറോയിഡ്. ഓക്കെ, അപ്പൊ ഈ ടോറോയിഡിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കലാണ് എൻ്റെ പണി. അപ്പം എനിക്ക് നോക്ക്, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, ഇതാരാണ്? സോളിനോയിഡാണ്. ഇതിൽ കൂടെ കറണ്ട് കയറ്റി വിട്ടാൽ ഇതിൻ്റെ അകത്തല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും? ഇതിൻ്റെ ഈ അകത്തുള്ള ആക്സിസ് വഴിയല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും? അപ്പം ഇതിൻ്റെ അകത്തുള്ള ഈ ആക്സിസ് വഴി എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ഇതിനകത്തോടെ ഇങ്ങനെ കയറ്റാണ്. ഈ ആക്സിസ് വഴി എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. നമുക്കറിയാം. അപ്പം ഇതിൻ്റെ ആക്സിസ് വഴി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇനി ഇതിൻ്റെ പുറത്തെങ്ങും എന്തില്ല? ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ഇനി ഇതിപ്പോൾ കറണ്ട് കയറി പോവാണ്. ഇവനെയാണ് ഞാൻ വളച്ചിങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, വളച്ചിങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ബുദ്ധിയുള്ളവൻ എന്ത് വിചാരിക്കും? ഇതിൻ്റെ അകത്തൂടെയായിരുന്നു പഴയ ആക്സിസ്. പണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ആക്സിസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്കറിയാം. ആ ആക്സിസ് ഇപ്പോൾ വളഞ്ഞ് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആ ആക്സിസ് വഴി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് എത്ര? കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ചേ. നേരത്തെ എത്രയായിരുന്നു ആ മാഗ്നറ്റിക് ഫീൽഡ്? മോനി. ആ മോനി തന്നെയല്ലേ ഇപ്പോഴും ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഈ ആക്സിസ് വഴി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, മോനി. ഇത് വളച്ചാലും മാഗ്നറ്റിക് ഫീൽഡ് മോനി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. നേരത്തെ ഇതിൻ്റെ ഇവിടെയെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, ഇവിടെയില്ല. അപ്പോൾ ഇതിനെ ഇങ്ങനെ വെച്ചാൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ഇനി ഈ ടോറോയിഡിൻ്റെ ആക്സിസ് ഏത് എന്ന് ചോദിച്ചാൽ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്സിസ് എന്ന് പറയുന്നത് പണ്ടത്തെ ആക്സിസ് ആണ്. നമ്മുടെ പണ്ടത്തെ ആക്സിസ് ഏതാ? നമ്മുടെ പണ്ടത്തെ ആക്സിസ് ഇതാണ്. ഈ ആക്സിസിനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറെ ഒരു ആക്സിസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ്ടേ ഇതിനെ ഇങ്ങനെ വളച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ആക്സിസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ആക്സിസ് അല്ല എനിക്ക് വേണ്ടത്. ഈ ആക്സിസ് എനിക്ക് വേണ്ട. എനിക്ക് ആ ആക്സിസിൻ്റെ കാര്യമല്ല പറയുന്നത്. ഞാനിപ്പോൾ ഇതിനകത്ത് ആക്സിസ് എന്ന് പറയുമ്പോൾ പണ്ട് ഇത് സോളിനോയിഡ് ആയിരുന്ന കാലത്ത് ഇതിൻ്റെ അകത്തൂടെ ഉണ്ടായിരുന്ന ആക്സിസിനെയാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ an endless solenoid. ഇതാരാണ്? an endless solenoid in the form of a ring is known as toroid. What is a toroid? An endless solenoid in the form of a ring is known as toroid. See, this is the axis of the toroid. So this is the axis of the toroid. പണ്ട് ഇത് ഇങ്ങനെയായിരുന്നു. പണ്ട് ഇത് ഇങ്ങനെ നീണ്ടിരുന്ന ഒരു സോളിനോയിഡ് ആയിരുന്നു. ഇതായിരുന്നു ആക്സിസ്. ഈ ആക്സിസ് ഇപ്പോൾ വളഞ്ഞിങ്ങനെ സർക്കുലാർ ഷേപ്പിലായിരിക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടം വരെ എടുത്താൽ ഈ ദൂരം എത്രയാ? 6. ഓക്കെ, ഇനി ഈ ആക്സിസിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത്, ഈ ആക്സിസിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് L അല്ലേ? ആ L ഇപ്പോൾ സർക്കുലാർ ഷേപ്പിലിരിക്കുന്നു. അപ്പോൾ സർക്കുലാർ ഷേപ്പിലിരിക്കുമ്പോൾ L എന്തായിട്ട് മാറി? 2πr ആയിട്ട് മാറി. എന്തായിട്ട് മാറി?
2πr. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോമൺ സെൻസിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം. ആരിത്? ഇതാണ് സോളിനോയിഡ്. ഇവൻ്റെ ലെങ്ത് എത്ര? L ആണ്. അപ്പോൾ ഇതിൻ്റെ ആക്സിസിൻ്റെ ലെങ്ത് എത്ര? L ആണ്. ഇവനെ ഇങ്ങനെ വളച്ചു പിടിക്കുമ്പോഴത്തേക്ക് ഒരു സർക്കിൾ നിങ്ങൾക്ക് കാണാം. ആ സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് L തന്നെയാണ്. അപ്പോൾ 2πr ആയിട്ട് മാറിയിരിക്കുന്നത് ഇവിടെ എന്താണ്? L ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. സോ വാട്ട് ഡു യു മീൻ ബൈ ടോറോയിഡ്? എന്താണ്? ടോറോയിഡ് ഈസ് ആൻ എൻഡ്ലെസ് സോളിനോയിഡ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ്. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നു ഇവൻ്റെ ആക്സിസ് വഴിയുള്ള മാഗ്നറ്റിക് ഫീൽഡ്. എനിക്കറിയാം, പക്ഷേ ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പോകുന്നു. കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ഞാനത് വരയ്ക്കാം. നോക്കൂ, നമ്മുടെ ടോറോയിഡിനെ വരയ്ക്കാൻ പോവാണ്. സി ലിസൺ പ്രോപ്പർലി. ആരിത്? ഇത് നമ്മുടെ ടോറോയിഡ്. അപ്പം നമ്മുടെ ടോറോയിഡ് ഇതായിരിക്കുന്നു. ടോറോയിഡ് കണ്ടല്ലോ, നമ്മുടെ ടോറോയിഡ്. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള ഒറിജിനൽ ആക്സിസിനെ ഞാനിങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ആക്സിസ്. ഓക്കെ, ഇനി എനിക്കൊരു സംശയമുണ്ട്. എന്താണെന്ന് ആ സംശയം? ഇവിടെ അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിലാ ചിലപ്പോൾ വല്ല മാഗ്നറ്റിക് ഫീൽഡും കിട്ടിയാലോ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. ആംബിയർ സർക്യൂട്ടൽ തിയറമാണ് ഉപയോഗിക്കുന്നത്. ആംബിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം? ഒരു ക്ലോസർ പാത്ത് എടുക്കണ്ടേ? അപ്പോൾ ഞാൻ അവിടെ ഒരു ക്ലോസർ പാത്ത് എടുക്കാം. ഇവിടെ എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിലാ ചിലപ്പോൾ. അപ്പോൾ അവിടെ ഞാനൊരു ക്ലോസർ പാത്ത് എടുക്കാം. ഇപ്പോൾ ഒരു ക്ലോസർ പാത്ത് എടുത്തു. ഓക്കെ, ഇനി ഇതൊരു സർക്കിളല്ലേ? ഈ സർക്കിളിൻ്റെ റേഡിയസ്, ഈ റേഡിയസ് ഇല്ലേ, നമുക്ക് R1 എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? R1. ഇനി ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. ആ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ B1 എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? B1. അപ്പോൾ ഈ റിങ്ങിൻ്റെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ കണ്ടേക്കും B1. നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പം B1 എന്നാണ്. ഇനി അടുത്തത്, ഇത് നമ്മുടെ പണ്ടേ ഉണ്ടായിരുന്ന ആക്സിസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് നോക്ക്, എത്രയാ? R2 ആണ്. എത്രയാ? R2. R2ൻ്റെ വാല്യൂ എത്രയെന്ന് നമുക്കറിയാം. 6 ആണെന്ന് അറിയാം. ഈ ആക്സിസ് വഴി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ B2 എന്ന് വിളിക്കാം. B2 എന്ന് വിളിക്കുന്നതിനേക്കാളും ബെറ്റർ B എന്ന് വിളിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി എനിക്കൊരു സംശയം. ഇതിൻ്റെ വെളിയിലെങ്ങാനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിലാ. അപ്പോൾ വെളിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ആംബിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിക്കുന്നുണ്ട്. അവിടെയും ഞാനൊരു ക്ലോസ്ഡ് പാത്ത് എടുത്തു. ഓക്കെ, അത് വേറെ റിംഗ് ആണ്. ഈ റിങ്ങിൻ്റെ റേഡിയസ് R3 ആണ്. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ B3 ആണ്. ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ടോറോയിഡാണ്. ടോറോയിഡിൻ്റെ 3 സ്ഥലങ്ങളാണ് ഞാൻ കൺസിഡർ ചെയ്തത്. ഇത് ടോറോയിഡിൻ്റെ അകം, ഓക്കെ, ടോറോയിഡിൻ്റെ പുറം, ഇനി ടോറോയിഡിൻ്റെ പഴയ ആക്സിസ്, ഓക്കെ, ഇൻറ്റീരിയർ. ഈ 3 സ്ഥലങ്ങളിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് B1. ഇതിൻ്റെ അകത്തുള്ളതിനെ B2, അത് B എന്ന് എടുത്താൽ മതി. പുറത്തുള്ളതിനെ B3 എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ 3 മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആംബിയർ സർക്യൂട്ടൽ തിയറം പ്രയോഗിക്കാൻ പോകുന്നു. എന്താണ്? അപ്പോൾ ആദ്യം എവിടെ എടുക്കും? ആദ്യം ഇന്നർ എടുക്കും. ഇന്നർ പാർട്ട്. ഓക്കെ, ഇന്നർ പാർട്ട് എടുക്കുന്നു. ഇന്നർ പാർട്ടിൽ ആംബിയർ സർക്യൂട്ടൽ തിയറം പ്രയോഗിക്കട്ടെ. പറഞ്ഞോ. ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl ഈക്വൽ ടു μ0 ടൈംസ് ടോട്ടൽ കറണ്ട് എന്നാണ് നമ്മുടെ തിയറം. നിങ്ങളിവിടെ നോക്കൂ, നമ്മുടെ ഇതെല്ലാം എടുത്തേ. ഇവിടുത്തെ B എന്താണ്? B1 ആണ്. അപ്പോൾ B-യെ മാറ്റിയിട്ട് B1 എന്നാക്കുക. അല്ലേ, ഇവിടെ ഒരു എലിമെൻ്റ് എടുക്കൂ, അതിനെ DL എന്ന് വിളിക്കാം. അപ്പോൾ DL, ഓക്കെ, ഇൻറ്റു അപ്പോൾ B1.dl ഈക്വൽ ടു μ0 ടൈംസ് ഇവിടെ ഈ ലൂപ്പിൻ്റെ അകത്തുള്ള കറണ്ട്. ഇതല്ലേ നിങ്ങളുടെ ലൂപ്പ്? നിങ്ങളുടെ ഈ ലൂപ്പിൻ്റെ അകം എന്ന് പറഞ്ഞാൽ ഇവിടെ ആണ്. അവിടെ ടേൺസേ ഇല്ല. പിന്നെ അവിടെ കറണ്ട് ഉണ്ടാവുമോ? ചക്ക ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ല? ആംബിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിക്കാൻ പോവാണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl ഈക്വൽ ടു μ0 ടൈംസ് ടോട്ടൽ കറണ്ട് എന്താണ്? നമ്മുടെ ഈ ലൂപ്പിലാണ് പ്രയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ പറയൂ, ഇന്റഗ്രൽ, പെട്ടെന്ന് പറയണം. ഇന്റഗ്രൽ, ഞാൻ ഇതിനെ തന്നെ അങ്ങ് മാറ്റെഴുതാം. ഇന്റഗ്രൽ ബിക്ക് പകരം B1 ഡോട്ട്, ഇവിടെ ഒരു കൊച്ചു എലിമെന്റ് എടുക്കൂ, DL ഈക്വൽ ടു μ0 ടൈംസ് ഈ ലൂപ്പിന്റെ അകത്തുള്ള കറണ്ട്. ആ ലൂപ്പിന്റെ അകത്ത് കറണ്ട് വല്ലതും ഉണ്ടോ? ഇല്ല, കറണ്ട് ഇല്ല. അപ്പൊ ഇതിന്റെ വാല്യൂ 0. അപ്പൊ μ0 ടൈംസ് 0. അപ്പോൾ എന്താണ്? അപ്പൊ ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ B1.dl ഈക്വൽ ടു 0 എന്ന് വന്നില്ലേ? അപ്പോൾ നോക്കൂ, അപ്പോൾ ഇതിന്റെ ആൻസർ 0 ആണെങ്കിൽ B1ന്റെ വാല്യൂ എത്ര ആയിരിക്കും? 0.
അപ്പോൾ ഈ അകത്ത് എന്തില്ല എന്നാണ് ഇപ്പം ഞാൻ പ്രൂവ് ചെയ്തത്? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ഇനി അടുത്തത് ഈ ഔട്ടർ പാർട്ടാണ് എടുക്കുന്നത്. ഔട്ടർ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, ഈ ഔട്ടർ പാർട്ടിൽ ആംബിയർ സർക്യൂട്ടൽ തിയറം പ്രയോഗിക്കട്ടെ. എന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു, പെട്ടെന്ന് പറയണം, μ0 ടൈംസ് ടോട്ടൽ കറണ്ട് എന്നാണ്. നമ്മുടെ ഈ പാർട്ടിൽ ബിയുടെ വാല്യൂ എത്രയാണ്? B3 ആണ്. അപ്പൊ B3. ഇനി അതിലൊരു കൊച്ചു എലിമെന്റ് എടുക്കുക, അതാണ് ഡി എൽ ഈക്വൽ ടു μ0 ടൈംസ് ടോട്ടൽ കറണ്ട് ഇൻസൈഡ് ദാറ്റ് ലൂപ്പ്. ഈ ലൂപ്പിന്റെ അകത്ത് എത്ര കറണ്ട് ഉണ്ടെന്ന്. ഈ ലൂപ്പിനെ നിങ്ങൾ കണ്ടോ? ഈ ലൂപ്പിന്റെ അകത്തല്ലേ നമ്മുടെ സോളിനോയിഡ് ഇരിക്കുന്നത്. ഇതിനകത്ത് എൻറ്ററിങ് കറൻസ് കാണില്ലേ? എൻറ്ററിങ് കറൻസ് കാണുമല്ലോ. അപ്പൊ എൻറ്ററിങ് കറൻസ് കാണും. ഓക്കെ, എൻറ്ററിങ് കറൻസ് ഉണ്ടാവുമെങ്കിൽ ലീവിങ് കറൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ലീവിങ് കറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എൻറ്ററിങ് കറണ്ടും ലീവിങ് കറണ്ടും ഉണ്ടാവും ആണല്ലോ. അപ്പൊ എൻറ്ററിങ് കറണ്ടും ലീവിങ് കറണ്ടും ഉണ്ടാവും. നിങ്ങൾ നോക്കൂ, ഈ ലൂപ്പിന്റെ അകത്തുള്ള ടോട്ടൽ കറണ്ടാണ് എനിക്ക് വേണ്ടത്. ഈ ലൂപ്പിന്റെ അകത്ത് എൻറ്ററിങ് കറണ്ടും ഉണ്ട്, ലീവിങ് കറണ്ടും ഉണ്ട്. അപ്പൊ ടോട്ടൽ കറണ്ടിന്റെ വാല്യൂ 0 അല്ലേ? അയ്യേ, നോക്കൂ, ഇതല്ലേടാ നിങ്ങളുടെ ലൂപ്പ്. ആ ലൂപ്പിന്റെ അകത്ത് എത്ര കറണ്ട് ഉണ്ടെന്നാണ് എഴുതേണ്ടത്. ടോട്ടൽ കറണ്ട് ആണ് വേണ്ടത്. ലൂപ്പിന്റെ അകത്ത് എൻറ്ററിങ് കറണ്ടും ഉണ്ട്, ലീവിങ് കറണ്ടും ഉണ്ട്. അപ്പൊ ടോട്ടൽ കറണ്ടിന്റെ വാല്യൂ എത്ര? 0. അപ്പൊ ഇതിന്റെ ഇവിടവും 0 ആയി. അപ്പൊ ഇന്റഗ്രൽ പറയൂ, B3 ഡോട്ട് ഡി എല്ലിന്റെ ആൻസറും 0 ആയി. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ B3യുടെ വാല്യൂ എത്ര? 0. അതായത് ഇവിടെയും എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. നമ്മുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെട്ടു. ഇതിന്റെ അകത്ത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ഇനി സംശയമുള്ള ഒരേ ഒരു പാർട്ടേ ഉള്ളൂ. എന്താണ്? എലോങ് ആക്സിസ് വഴി ഉള്ള കാര്യം പറയുക. ആംബിയർ സർക്യൂട്ടൽ തിയറം പറയൂ. ക്ലോസ്ഡ് ഇന്റഗ്രൽ, പെട്ടെന്ന് പറയൂ, ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ടൈംസ് ടോട്ടൽ കറണ്ട് എന്നാണ് തിയറം. ഇതിനെ മോഡിഫൈ ചെയ്ത് പറയൂ. ആക്സിസിൽ ബിയുടെ വാല്യൂ എത്രയാണ്? ബി ആണ്. അപ്പൊ ബിക്ക് പകരം ബി തന്നെ. അപ്പൊ ബി, പെട്ടെന്ന് പറയും, ഡോട്ട്. ഇനി ഡി എല്ലിന്റെ വാല്യൂ എത്രയാ? ഡി എല്ലിന്റെ വാല്യൂ ഇതിൽ ഒരു കുഞ്ഞ് എലിമെന്റ് എടുത്താൽ അത് തന്നെയാണ് ഡി എൽ ഈക്വൽ ടു μ0 ടൈംസ്, പറഞ്ഞോ, ഈ ലൂപ്പിന്റെ അകത്തുള്ള കറണ്ട്. ഞാനിപ്പോ നോക്കൂ, ഇതാണ് ലൂപ്പായിട്ട് എടുക്കുന്നത്. ഞാനിപ്പോ ടച്ച് ചെയ്യുന്ന ഇതാണ് ലൂപ്പ്. ഈ ലൂപ്പിന്റെ അകത്ത് എൻറ്ററിങ് കറൻസ് മാത്രമല്ലേ കാണൂ? അല്ല എങ്കിൽ ലീവിങ് കറണ്ട് മാത്രമല്ലേ കാണൂ? അപ്പൊ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് NI ആയിട്ടല്ലേ എടുക്കാൻ പറ്റൂ? മനസ്സിലായില്ല? ഇതാണ് നിങ്ങളുടെ ലൂപ്പ്. ഈ ലൂപ്പിന്റെ അകത്തുള്ള കറണ്ട് മാത്രം പറയണം. ഈ ലൂപ്പിന്റെ അകത്ത് എൻറ്ററിങ് കറണ്ട് അല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ. അപ്പൊ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് NI അല്ലേ? അല്ലെങ്കിൽ ലീവിങ് കറണ്ട് അല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ? അപ്പൊ NI അല്ലേ ടോട്ടൽ കറണ്ട്? ഈ ലൂപ്പിന്റെ പുറത്തല്ലേ ഈ കറണ്ട്. അപ്പൊ അതിനെ മൈൻഡ് ചെയ്യരുത്. നമ്മൾ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ ലൂപ്പിന്റെ അകത്തുള്ള കറണ്ടാണ് എടുക്കേണ്ടത്. അപ്പൊ ഈ ലൂപ്പിന്റെ അകത്തുള്ള കറണ്ട് എത്ര? എൻറ്ററിങ് കറണ്ട് അല്ലെങ്കിൽ ലീവിങ് കറണ്ട്. അപ്പൊ ടോട്ടൽ കറണ്ട് എത്ര? NI. അപ്പൊ μ0 സിഗ്മ ഐക്ക് പകരം NI എന്ന് എഴുതി. കുഴപ്പമുണ്ടോ? ഇനി അടുത്ത്, ഇവിടെ ബിക്കും ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈ ആക്സിസ് വഴിയാണെന്ന് നമുക്കറിയാം. ഈ ആക്സിസ് വഴിയല്ലേ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഈ ആക്സിസ് വഴിയാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഒരു കുഞ്ഞ് എലിമെന്റ് എടുത്താൽ അതും ഇങ്ങനെയാണ്. മനസ്സിലായില്ല? ഇവിടെ പണ്ട് ഇത് സോളിനോയിഡ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ ആക്സിസ് വഴിയല്ലായിരുന്നോ മാഗ്നറ്റിക് ഫീൽഡ്? ആ ആക്സിസ് അല്ലേ ഇത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഈ ആക്സിസ് വഴിയാണ്. അവിടെ ഒരു എലിമെന്റ് എടുത്താൽ അതും അങ്ങോട്ട് തന്നെയാണ്. ഇപ്പൊ ബിക്കും ഡി എല്ലിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 0. അപ്പൊ ബി ഡോട്ട് ഡി എൽ എന്തായിട്ട് മാറും? BDL ആയിട്ട് മാറും. അപ്പൊ ഇന്റഗ്രൽ പറഞ്ഞോ, BDL ഈക്വൽ ടു μ0 NI എന്നായി അല്ലേ? ഇനി ബി എടുത്ത് പുറത്ത് വെച്ചിട്ട് ഇന്റഗ്രൽ DL ഈക്വൽ ടു പറ μ0 NI. പേടിക്കരുത്, ബി അതുപോലെ എഴുതി. DL-നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? ഈ DL-നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഈ സർക്കിളിന്റെ പെരിമീറ്റർ കിട്ടും. വാട്ട് ഈസ് ഇറ്റ്? 2πr അല്ലേ? അപ്പൊ 2πr ഈസ് ഈക്വൽ ടു μ0 NI എന്നാണ്. ഇപ്പൊ ബി എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? μ0 NI ഡിവൈഡഡ് ബൈ 2πr എന്ന് വരും. പറയും. ഇപ്പൊ ബി ഈക്വൽ ടു, നിങ്ങൾ പറയൂ, μ0 നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, L ലെങ്ത് ആണ് ഇപ്പൊ എന്തായിട്ട് മാറിയിരിക്കുന്നത്? L ലെങ്ത് ആണ് ഇപ്പൊ എന്തായിട്ട് മാറിയിരിക്കുന്നത്? 2πr ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ N/2πr എന്ന് പറയുന്നത് N/L തന്നെയാണ്.
അപ്പോൾ n by l ന് വരെ സ്മോൾ n അല്ലേ നമ്മൾ ഇട്ടത്. അപ്പോൾ μ0 പെട്ടെന്ന് പറയൂ, μ0 n by 2πr ന് വരെ സ്മോൾ n ആയി. ഓക്കെ, അപ്പോൾ ഇനി കാര്യങ്ങൾ പറയാം. ഈ സോളിനോയിഡിന്റെ അകത്ത് എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. സോളിനോയിഡിന്റെ അകത്ത് ഇവിടെ ടോറോയിഡിന്റെ ഈ ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, ഇവിടെ ഇല്ല. ഈ ആക്സിസ് വഴി മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. സോ അപ്പോൾ അകത്തില്ല, പുറത്തില്ല, ആക്സിസ് വഴി മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. അപ്പോൾ വാട്ട് ഈസ് എ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്? μ0 ni ആണ്. ഇതിനല്ലേ നമ്മൾ നേരത്തെ കോമൺ സെൻസ് വെച്ച് പറഞ്ഞത്. സോളിനോയിഡിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് മോനി, പുറത്തില്ല. അപ്പോൾ ഇതിനെങ്ങനെ വളച്ചു വെച്ചാലും ഈ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് അതുപോലെ കാണും. അപ്പോൾ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്ര? മോനി. അപ്പോൾ ഇവിടെയില്ല, ഇവിടെയില്ല. ഇസ് ഇറ്റ് ക്ലിയർ ടു യു? അപ്പോൾ വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ടോറോയിഡ്? മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ ആക്സിസ് ഓഫ് ദ ടോറോയിഡ് ഈസ് വാട്ട്? μ0 ni. അപ്പോൾ ഞാനിത് സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ പറയാം. From the beginning, consider a toroid. So what do you mean by toroid? The toroid is an endless solenoid in the form of a ring. So you consider a toroid. Then its radius is what? Its radius is what? R. Its radius is R. Then what is passed through the toroid? A current is passed through the toroid. So this is a current. Okay, this is a current entering, leaving, entering, leaving, entering, leaving. ഇങ്ങനെ വരച്ച് കാണിക്കണം കേട്ടോ. entering, leaving, entering, leaving, entering, leaving. So entering, leaving, entering, leaving, entering, leaving, entering, leaving, entering, leaving, entering, leaving, then entering, leaving, like that. Okay. So what is toroid? An endless solenoid in the form of a ring is known as a toroid. Then you consider a toroid carrying a current I. Then radius of the toroid is R. We want to find the magnetic field due to it. Okay. Then we consider three regions: region 1, region 2, and region 3. Okay. We use Ampere's circuital theorem to find the magnetic field. So first we consider the inner region. So inner region. Okay, inner region. Okay, then using Ampere's circuital theorem, am I right? So for that we consider an Amperian loop. Okay, so this is Amperian loop. It is a circle of radius R1. Okay, suppose that there is a magnetic field here. You suppose there is a magnetic, നമുക്ക് വല്ല നഷ്ടമുണ്ടോ? You assume that there is a magnetic field here. It is named B1. Okay, then by Ampere's circuital theorem, closed integral B dot dl equal to what? μ0 times total current inside the loop. Then here the value of B1, magnetic field is B1. So integral B1 dot, you consider a small element here. So dl equal to μ0 times total current inside this loop. Inside this loop you find no turns, so no current. So μ0 times 0. So integral B1 dot dl equal to 0. So definitely B1 will be equal to 0. So here no magnetic field. Next, out you consider this outer section. Okay, so outer region. Then see, you consider a closed path here. It is a circle. It is a circle of radius R3. Then you assume that there is a magnetic field B3. Then what is Ampere's circuital theorem? Closed integral B dot dl equal to μ0 times total current inside that. Okay, then what is the value of B there? B3. So integral B3 dot you consider a small element there, dl equal to μ0 times, tell me, what is the total current inside this? Inside this loop you find n entering current and n leaving current. So total current will be 0. So μ0 times 0. So RHS becomes 0. Then definitely B3 will be 0. Okay, so outside no magnetic field. Next, along the axis. So along axis,
along axis. We use Abbe's circuitous theorem. What is the statement? Closed integral B dot dl equal to mu 0 times total current. No problem. Then see, this is the axis. Then what is the magnetic field here? B2. You call it B. Then radius of this is R2 equal to R. Then see, what is the value of B? B. Then you take a small element there. It is dl. Then equal to mu 0 times what is the total current inside? Inside this you find N entering current. So total current is Ni. Okay. Then B taken out. Then integral. Tell me. Now vector here. See dl. Then mu 0 times Ni. Then B on integrating dl. See, this is a dl. You integrate that, you will get perimeter. It is 2 pi r. So 2 pi r is equal to mu 0 Ni. Then what is B? B equal to mu 0 Ni divided by 2 pi r. Then you know this is L. L has become 2 pi r now. So N by 2 pi r is what? Small n. So B equal to mu 0 small n I. Okay. So this is a magnetic field along the axis. See, outside no magnetic field, inside no magnetic field, there will be a magnetic field along the axis only. So the total magnetic field will be mu 0 Ni along the axis. Am I right? So what is a magnetic field due to the toroid? Mu 0 Ni. So what is a magnetic field due to a solenoid? Mu 0 Ni. What is a magnetic field due to a toroid? It is also mu 0 Ni.